നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷനാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാർട്ണേഴ്സ് ബിസിനസ്സിന് പൈസ പിൻവലിക്കുന്നതാണ് ഡ്രോയിങ്സ്. ആ ഡ്രോയിങ്സ് പിൻവലിച്ചാൽ പാർട്ണേഴ്സ് ബിസിനസ്സിലേക്ക് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് തരണം. ഫേമിന് അത് ഇൻകം ആണെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണെന്ന് കാണിക്കുക. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ടിലാണ് ട്രീറ്റ് ചെയ്യുക. ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻകമാണ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഇയർ എൻഡ് ഓഫ് ഫേം. ഒരു ഫേമിൻ്റെ ഇയർ എൻഡ് വരുന്നത് 31 ഡിസംബർ എവറി ഇയർ ആണ്. അപ്പോൾ അത് കാലണ്ടർ ഇയർ ആണ്. 31 ഡിസംബറിന് നമ്മുടെ വർഷം അവസാനിക്കും. രാജു ഒരു പാർട്ണറാണ്. നമ്മുടെ ഫേമിൻ്റെ പാർട്ണറാണ് രാജു. രാജു വിഡ്രോ ചെയ്യുന്നത് 12,000 രൂപയാണ് ഓൺ 1 ഒക്ടോബർ. ഒക്ടോബർ 1-നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് 31 ഡിസംബറിന് അവസാനിക്കും. ഒക്ടോബർ 1-നാണ് പിൻവലിച്ചത്. അപ്പോൾ ഒക്ടോബർ മുതൽ അങ്ങോട്ടാണ് എണ്ണേണ്ടത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഡിസംബർ വരെ എണ്ണിയാൽ മതി. 3 മാസത്തേക്ക് അല്ലേ. ഒക്ടോബർ, അതുപോലെ നമ്മളേതാണ് നവംബർ, ഡിസംബർ 3 മാസത്തേക്കാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര മാസത്തേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 3 മാസത്തേക്ക്. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക. ഇവിടെ 12,000 രൂപയാണ്. 12,000 രൂപയാണ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. മക്കളെ 12,000 രൂപയാണ് രാജു പിൻവലിച്ചത്. ഒക്ടോബർ 1-ാം തീയതിയാണ് അല്ലേ. ഈ 12,000-ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ്? 9% ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ 12,000-ന് 9% ഇൻറ്റു 9%, അല്ലെങ്കിൽ 9/100 എന്ന് ചെയ്താൽ മതി. ഇൻറ്റു എത്ര മാസത്തേക്കാണ് ബാക്കിയുള്ളത്? ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസത്തേക്കല്ലേ. 3/12. 3 മാസത്തേക്കാകുമ്പോൾ 12 മാസമാണ് ടോട്ടൽ ഉള്ളത്. അതിന് 3 മാസത്തേക്ക് എടുക്കുക. 12,000 ഇൻറ്റു 9% ഇൻറ്റു 3/12 എത്ര ഉണ്ടായിരിക്കും? 270. ഇതാണ് ഇൻട്രസ്റ്റ്. വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇനി അടുത്തത് അബി എന്ന് പറയുന്ന ഒരു പാർട്ണർ ഉണ്ട്. അയാൾ വിഡ്രോ ചെയ്യുന്നത് 12,000 രൂപയാണ്. അയാൾ 12,000 പിൻവലിച്ചു ഇൻ എ ഇയർ, ഒരു വർഷത്തിൽ. അതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് ഡ്രോയിങ്സിൻ്റെ മേലെ 12%. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ തൊട്ട് മേലെയുള്ള ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും നമ്മൾ എന്താ വ്യത്യാസം? തൊട്ട് മേലെയുള്ള ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പിൻവലിച്ച ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. എത്ര മാസത്തേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറയാൻ പറ്റുമായിരുന്നു. ഇവിടെ ഒരു വർഷത്തിനിടയ്ക്ക് പിൻവലിച്ചു എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഫൈനൽ അക്കൗണ്ട്, ഫൈനൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഭാഗത്ത് നോക്കുക. അവിടെ ഡ്രോയിങ്സ് ഞാൻ ട്രീറ്റ് ചെയ്ത് നോക്കുക. ആ ഡ്രോയിങ്സ് ഞാൻ 6 മാസത്തേക്ക് എടുത്തത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഒരു വർഷത്തിൽ എപ്പോഴാണ് പിൻവലിച്ചെന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ ഡേറ്റ് നമുക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ 6 മാസത്തേക്കായിട്ട് എടുക്കണം. ഒരു പകുതി ഇയർ ആയിട്ട് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 12,000 അല്ലേ പിൻവലിച്ചത്? 12,000. ആ 12,000-ൻ്റെ എത്ര പെർസെൻറ്റേജ്? 12% അല്ലേ. ആ 12% എത്ര മാസത്തേക്ക്? 6/12, 6 മാസത്തേക്കാണ് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഇയറോ ഡേറ്റോ മിസ്സിംഗ് ആണെങ്കിൽ അത് 6 മാസത്തേക്കായിട്ട് ട്രീറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് റെഫർ ചെയ്യുക. 12,000-ൻ്റെ 12% ഇൻറ്റു 6/12 എത്ര ഉണ്ടായിരിക്കും? 720 ഉണ്ടായിരിക്കും. 720 ഈ കേസിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. വെരി ഈസി, വെരി സിമ്പിൾ കാൽക്കുലേഷൻ. നെക്സ്റ്റ് അടുത്ത കേസ് നോക്കുക. മനു ഒരു ഫേമിൻ്റെ പാർട്ണറാണ്. അയാൾ വിഡ്രോ ദ ഫോളോയിങ് എമൗണ്ട്, താഴെ പറയുന്ന എമൗണ്ട് ഒക്കെ പിൻവലിക്കുന്നുണ്ട് ഡ്യൂരിങ് ദ ഇയർ 2023. 2023 ഈ പറയുന്ന എമൗണ്ടുകളൊക്കെ പിൻവലിക്കുന്നുണ്ട്. ഡ്യൂരിങ് ദ ഇയർ 2023 എന്നാണ് പറഞ്ഞത്. ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഫെബ്രുവരി 1 4,000 രൂപ പിൻവലിച്ചു. മെയ് 1 10,000 രൂപ പിൻവലിച്ചു. ജൂൺ 30 4,000 രൂപ പിൻവലിച്ചു. ഒക്ടോബർ 31 12,000 രൂപ പിൻവലിച്ചു. ഡിസംബർ 31 4,000 രൂപ പിൻവലിച്ചു. ഇങ്ങനെ ഡിഫറൻറ്റ് ഇൻ്റർവെല്ലുകളായിട്ട് ഡിഫറൻറ്റ് എമൗണ്ടുകൾ പിൻവലിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട മെത്തേഡ് ഏതാണെന്നറിയോ? ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടതെന്നറിയോ? അവിടെ ഉപയോഗിക്കേണ്ട മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ്. സിമ്പിൾ കാൽക്കുലേഷനാണ്, വലിയ റിസ്ക് ഒന്നുമില്ല ചെയ്യാൻ. നമുക്ക് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുന്നത് 15% ആണ് ഒരു വർഷത്തേക്ക്. അസ്യൂമിങ് കാൽക്കുലേറ്റ് ചെയ്യുക. അക്കൗണ്ടിങ് ഇയർ വരുന്നത് ക്ലോസസ് ഓൺ 31. നമ്മൾ അസ്യൂം ചെയ്യുക, ചിന്തിക്കുക. അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്നത് 31 ഡിസംബറിലാണ്. അപ്പോൾ ഡിസംബർ 31 അവസാനിക്കും. ഇങ്ങനെ ഡിഫറൻറ്റ് ഇൻ്റർവെല്ലിൽ ഡിഫറൻറ്റ് എമൗണ്ടുകൾ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് ഏതാണെന്നറിയോ? പ്രോഡക്റ്റ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കോളൊക്കെ വരച്ച് ചെയ്യാനുണ്ട്. പ്രോഡക്റ്റ് മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത്. നോക്കാം എങ്ങനെയാണ് പ്രൊഡക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുക. സിമ്പിളായിട്ട് ഒരു 4 കോളം അങ്ങോട്ട് കൊടുക്കുക. 4 കോളം. ഫസ്റ്റ് കൊടുക്കേണ്ടതെന്നറിയോ? ഡേറ്റ് ആണ്, പിൻവലിച്ച ഡേറ്റ്. രണ്ടാമത് കൊടുക്കേണ്ടതെന്നറിയോ? എമൗണ്ട് ആണ്. മൂന്നാമതൊരു മന്ത് എന്ന് പറഞ്ഞൊരു കോളം, അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. 4ാമത്തെ കോളം പ്രൊഡക്റ്റ് ആണ്. ഫസ്റ്റ് ഞാൻ കൊടുക്കുകയാണ് ഡേറ്റ്.
രണ്ടാമത്തെ കോളം എന്താണെന്നറിയോ? എമൗണ്ട്. മൂന്നാമത്തെ കോളം എന്താണെന്നറിയോ? നമ്മുടെ ഡേറ്റ് കോളായി, എമൗണ്ട് കോളായി, പിന്നെ മന്ത്, എത്ര മാസം ഇനി ബാക്കിയുണ്ട് എന്നുള്ളതാണ്. നാലാമത്തെ കോളം പ്രൊഡക്റ്റ്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. മക്കളെ ശ്രദ്ധിക്കുക, ഏത് ഡേറ്റാണ് ഫസ്റ്റ്? ഫെബ്രുവരി 1 അല്ലേ? ഫെബ്രുവരി 1 4000. ഞാൻ ഇവിടെ എഴുതി കൊടുക്കുകയാണ്. ഫെബ്രുവരി 1 4000. ഓക്കെ, പിൻവലിച്ചു. അടുത്ത ഡേറ്റ് ഏതാ? മെയ് 1 10,000. മെയ് 1 10,000 രൂപ പിൻവലിച്ചു. അടുത്ത ഡേറ്റ് ഏതാണ്? ജൂൺ 30 4000 രൂപ പിൻവലിച്ചു. ജൂൺ 30 എത്ര രൂപ പിൻവലിച്ചു? 4000. നെക്സ്റ്റ് ഒക്ടോബർ 31 12,000 രൂപ പിൻവലിച്ചു. ഒക്ടോബർ 31 12,000 രൂപ പിൻവലിച്ചു. നെക്സ്റ്റ് ഡിസംബർ 31 4000 രൂപ പിൻവലിച്ചു. ഡിസംബർ 31 4000 രൂപ പിൻവലിച്ചു. ഈ മന്തിൻ്റെ കോളം എന്താണെന്നറിയോ? ഈ ഫെബ്രുവരി മുതൽ ഡിസംബറിൽ അവസാനിക്കുക, ഡിസംബർ വരെ എണ്ണ. ഫെബ്രുവരി 1 ആകുമ്പോൾ ഫെബ്രുവരി കൂട്ടണം. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എത്ര മാസം ബാക്കിയുണ്ട്? 11 മാസം. പിന്നെ മെയ് 1 മുതൽ കൂട്ടുമ്പോൾ മെയ് മുതൽ കൂട്ടാം. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എത്ര മാസം ഉണ്ട്? 8 മാസം. ജൂൺ 30 ആകുമ്പോൾ ജൂൺ കൂട്ടാൻ പാടില്ല. ജൂലൈ മുതൽ കൂട്ടാം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസം. ഒക്ടോബർ 31 ആകുമ്പോൾ നവംബർ കൂട്ടാം. നവംബർ, ഡിസംബറും 2 മാസം. ഡിസംബർ 31 ആകുമ്പോൾ മാസമൊന്നും ഇല്ല അല്ലേ? ഡിസംബർ 31 ആകുമ്പോൾ ഒന്നും വേണ്ട, നമ്മളിത് എടുക്കാൻ പാടില്ല. നെക്സ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫെബ്രുവരി 1 4000 അല്ലേ? ഈ 4000 × 11 എത്ര വരും? 4000 × 11 44,000 വരും. പിന്നെ 10,000 × 8 എത്ര വരും? 80,000 വരും. 4000 × 6 എത്ര വരും? 24,000 വരും. 12,000 × 2 എത്ര വരും? 24,000 വരും. 4,000 × 0 0 വരും. ഈ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ചെയ്യുക. ഈ പ്രൊഡക്റ്റിൻ്റെ കോളം ടോട്ടൽ ചെയ്യുക. 44,000 പ്ലസ് 80,000 പ്ലസ് 24,000 പ്ലസ് 24,000 എത്ര ഉണ്ട്? 1,72,000. ഇതാണ് ടോട്ടൽ ചെയ്തത്. ഈ 1,72,000 ഉണ്ടല്ലോ, ഈ 1,72,000 നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? 1,72,000 നമ്മൾ ഒരു മാസത്തേക്ക് ആക്കണം. 12 ഡിവൈഡ് ചെയ്യുക. ഇതൊരു വർഷത്തെ പലപ്പോഴുള്ള കണക്കാണ്. അപ്പോൾ 12 ഡിവൈഡ് ചെയ്താൽ ഒരു മാസത്തെ കണക്ക് കിട്ടും. ഡിവൈഡ് ബൈ 12 അപ്പോൾ 14,333 സംതിങ് കിട്ടും അല്ലേ? അപ്പോൾ 1,72,000 ഡിവൈഡ് ബൈ 12. അപ്പോൾ നമുക്ക് ചെയ്യാൻ ഏറ്റവും നല്ല വഴി എന്താണെന്ന് ചോദിച്ചാൽ, ഈ 1,72,000 ഉണ്ടല്ലോ, അതിന് ഇൻറ്റു 1/12 ചെയ്യാം. അതായത് ഡിവൈഡ് ബൈ 12 × 1 ഒരു മാസത്തേതാക്കുക. എന്നിട്ട് എത്ര പെർസെൻറ്റേജ് ആണുള്ളത്? എത്ര പെർസെൻറ്റേജ് ആണ്? 15% അല്ലേ? 15% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? ഇൻറ്റു 15%. 2,150 ആൻസറായിട്ട് വരിക. ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈ കേസിൽ വരിക. ഓക്കെ, നമ്മൾ ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ മറ്റ് പല കാൽക്കുലേഷൻസിലേക്കും പോവുകയാണ്. അതായത് ഒരു ഫിക്സ്ഡ് എമൗണ്ട് എല്ലാ മാസവും പിൻവലിക്കുകയാണെങ്കിൽ, എല്ലാ മന്ത് തൊട്ടോ, ക്വാർട്ടറിൻ്റെ കേസ് നമ്മൾ പിന്നെ പഠിക്കും. എല്ലാ മാസവും ഒരു ഫിക്സ്ഡ് എമൗണ്ട് പിൻവലിക്കുകയാണെന്ന് വെച്ചോ. അതായത് അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് എല്ലാ മാസവും തുടങ്ങും. ഇപ്പോൾ ജനുവരി 1 ഒരു എമൗണ്ട്, ഫെബ്രുവരി 1 ഒരു എമൗണ്ട്, അങ്ങനെ എല്ലാ മാസവും സെയിം എമൗണ്ട് പിൻവലിക്കുകയാണ്. ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇനി ഓരോ മാസത്തിൻ്റെ മിഡിലിൽ, എല്ലാ മാസത്തിൻ്റെയും മിഡിലിൽ പിൻവലിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എൻഡ് ഓഫ് ഈച്ച് മന്ത്, ഓരോ മാസം അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. നമുക്ക് നോക്കാം. ലിസൺ, ശ്രദ്ധിക്കുക. ശ്യാം ഒരു പാർട്ണറാണ്. അയാൾ ഫേമിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന 6,000 ഒരു മാസം പിൻവലിക്കുന്ന എത്ര രൂപയാണ്? 6,000 റെഗുലർലി പിൻവലിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് പിൻവലിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത്. മക്കളെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്. ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത്, എല്ലാ മാസവും തുടക്കത്തിൽ പിൻവലിക്കും എന്ന് പറയുന്നുണ്ട്. സോ എല്ലാ മാസവും തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന അറിയാം? വളരെ സിമ്പിൾ ആണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് ഒരു എമൗണ്ട് പിൻവലിക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാൻ നല്ല സുഖമാണ്, ഈസിയാണ്, ചെയ്യാൻ വേണ്ടി പറ്റും. നോക്കാം. അപ്പോൾ 6,000 പെർ മന്ത് അല്ലേ? ഇത് ആദ്യം ഒരു വർഷത്തേക്ക് ആക്കണം. 6,000 × 12 അടിക്കണം. അപ്പോൾ 6,000 × 12 അടിക്കുമ്പോൾ എനിക്കൊരു എമൗണ്ട് കിട്ടി, 72,000. ഈ 72,000-ന് ഞാൻ എല്ലാ മാസവും ഫസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എത്ര പെർസെൻറ്റ്, ഈ 72,000-ന് എത്ര പെർസെൻറ്റേജ് എടുക്കുക? 12% എടുക്കുക. ഇൻറ്റു 12%. അപ്പോൾ ഇൻറ്റു 12% എത്ര ഉണ്ടാവും? 8,640 കിട്ടും. ഇത് ഒരുമിച്ച് ചെയ്താൽ മതി. ഇനി എല്ലാ മാസത്തിൻ്റെയും ഫസ്റ്റാണ് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ? 6.5 ഡിവൈഡ് ബൈ 12 ചെയ്യാം. അതായത് 6.5 മാസത്തേക്ക്.
സംഭവം എന്താ വെച്ചാൽ 12 മാസം പ്ലസ് ഒരു ദിവസം കൂടെ ആഡ് ചെയ്തിട്ട് അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 13/2 എന്നുള്ളത് 6.5 ആയതുകൊണ്ട് ആവറേജ് പീരീഡിൻ്റെ കാൽക്കുലേഷൻ ആവറേജാണ്, ഏകദേശ കണക്കാണ്. സോ 6.5 നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. 6.5 ഡിവൈഡ് ബൈ 12 ചെയ്താൽ മതി. ഫസ്റ്റ് ഡേ ആണ് ശ്രദ്ധിക്കണം, ആ തെറ്റിച്ചാൽ എല്ലാം പോകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുമ്പോൾ 8640 ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 12 4680 ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ. 4680 നമ്മുടെ ആൻസറായിട്ട് നമുക്ക് കിട്ടുക. നെക്സ്റ്റ് സുമേഷ് ഒരു പാർട്ണറാണ്. അയാൾ ഫേമിൽ നിന്ന് പിൻവലിക്കുന്നത് 6000 രൂപ പെർ മന്താണ്. എല്ലാ മാസവും പിൻവലിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഫസ്റ്റ് ഡേ ആണോ ലാസ്റ്റ് ഡേ ആണോ? ലാസ്റ്റ് ഡേ ആണ്. എല്ലാ മാസവും ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ചെറിയ മാറ്റം വരുത്തിയാൽ മതി. എന്താ മാറ്റം വരുത്തണമെന്ന് അറിയോ? ഇവിടെ നമ്മൾ നോക്കേണ്ടത് 6000 അല്ലേ പിൻവലിക്കുന്നത്, 6000 ഒരു മാസമല്ലേ പിൻവലിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്കാക്കുക. 6000 × 12 എത്ര ഉണ്ടാവും? 72000 ഉണ്ടാവും. ഈ 72000-ന് എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ്? 12% × 12%. അപ്പോൾ 8640 കിട്ടും. 8640. ഈ 8640-നെ നമ്മൾ 6.5 ഡിവൈഡ് ബൈ 12 അല്ല ചെയ്യുക, 5.5 ആണ് ചെയ്യുക കേട്ടോ. 5.5 ഡിവൈഡ് ബൈ 12 ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ 6.5-ഉം അതായത് 6-ൻ്റെക്ക് ഒരു 0.5 ആഡ് ചെയ്യുക, അത് ലാസ്റ്റ് ആണെങ്കിൽ 0.5 ലെസ് ചെയ്യുക. 5.5 ഡിവൈഡ് ബൈ 12. അപ്പോൾ 8640 ഇൻറ്റു 5.5 ഡിവൈഡ് ബൈ 12 ചെയ്താൽ ആൻസർ കിട്ടും 3960 നമുക്ക് ആൻസറായിട്ട് വരിക. ക്ലിയർ? നെക്സ്റ്റ് സുമേഷ് ഒരു പാർട്ണറാണ്, ഒരു ഫേമിൻ്റെ പാർട്ണറാണ്. അയാൾ പിൻവലിക്കുന്ന 6000 ആണ് ഒരു മാസം. റെഗുലർലി എല്ലാ മാസവും പിൻവലിക്കുന്നുണ്ട്. സോ എല്ലാ മാസവും പിൻവലിക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെ 6000 × 12 എത്ര ഉണ്ടാവും? 72000 ഉണ്ടാവും. പക്ഷെ ഇത് പിൻവലിക്കുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് എത്രയാണെന്നറിയോ? 12% ആണ്. 12% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 8640 ആയിരിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇത് ഫസ്റ്റ് ഡേ ആണെങ്കിൽ 6.5 എടുക്കുക, ലാസ്റ്റ് ഡേ ആണെങ്കിൽ 5.5 എടുക്കുക. മിഡിലാണെങ്കിൽ നേരത്തെ ആവറേജ് എടുക്കുക, 6/12 എടുക്കുക, 6 മാസം. അപ്പോൾ ഫസ്റ്റ് ഡേ ആണെങ്കിൽ 6.5, ലാസ്റ്റ് ഡേ ആണെങ്കിൽ 5.5. ലാസ്റ്റ് അറിയുമ്പോൾ താഴത്ത് ചിന്തിച്ചാൽ മതി, ഫസ്റ്റ് അറിയുമ്പോൾ മേലേക്ക് ചിന്തിച്ചാൽ മതി. ഓക്കെ, തുടക്കത്തിലാകുമ്പോൾ കുറേ ദിവസം ഉണ്ടാവുമല്ലോ. പിന്നെ അതിൻ്റെ ഒരു മിഡിലാവുമ്പോൾ നേരെ പകുതി 6, 5.5-ൻ്റെയും 6.5-ൻ്റെയും പകുതി 6. യെസ്, 8640 ഇൻറ്റു 6/12 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 4320 കിട്ടും. ഇതിന് ആൻസർ 4320, ഇതിന് ആൻസർ 3960, ഇതിന് ആൻസർ നമ്മുടെ എത്ര കിട്ടി? 4680 കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ ആൻസറൊക്കെ വരിക. ഇതാണ് ഫസ്റ്റ് മന്ത് ആകുമ്പോഴും ലാസ്റ്റ് മന്ത് ആകുമ്പോഴും മിഡിൽ ഓഫ് ദ മന്ത് ആകുമ്പോഴും ചെയ്യുക. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ ഞാൻ എന്താക്കാൻ പോകുന്നത് അറിയോ? ക്വാർട്ടർലി ആകുമ്പോൾ എങ്ങനെയെന്നും കൂടെ പറഞ്ഞുതരാം. മക്കളെ, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വിചാരിക്കും. ശ്യാം ഒരു പാർട്ണറാണ്, അയാൾ പിൻവലിക്കുന്ന 6000 ആണ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ ചിന്തിക്കുക. പക്ഷെ പെർ മന്ത് എന്നുള്ളടത്ത് പെർ ക്വാർട്ടറാണ് ചിന്തിക്കുക. പെർ മന്ത് എന്നുള്ളടത്ത് എന്താണ്? പെർ ക്വാർട്ടറാണ്. ഒരു ക്വാർട്ടറിൽ 6000 രൂപയുടെ പിൻവലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണമെന്ന് അറിയോ? നമ്മൾ പെർ മന്ത് ആകുമ്പോൾ 6000 × 12 അല്ലേ ചെയ്ത്? 6000 × 12 അല്ലേ ചെയ്ത്? അപ്പോൾ ക്വാർട്ടറാണ് ക്വസ്റ്റ്യനിലുള്ളതെങ്കിൽ 6000 × 4 ചെയ്യാം. അത് 4 സാറേ. അതായത് ഒരു ഫുൾ അൽഫാം, പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവില്ലേ? ഒരു ഫുൾ അൽഫാം. അപ്പോൾ ക്വാർട്ടറിന് എത്ര ആൾ കഴിക്കും? അത് ക്വാർട്ടറിന് 4 ആൾക്കാരുണ്ടെങ്കിൽ ഒരാൾക്ക് ക്വാർട്ടർ ഉണ്ടല്ലേ? അപ്പോൾ 4 ആൾക്കാർ ഫുൾ കഴിക്കുക, അങ്ങനല്ലേ പറയുക? അതിനാണ്. അപ്പോൾ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 4 ഉണ്ടാവും. അപ്പോൾ ഒരു ഫുള്ള് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ എത്ര മാസമാണ് മക്കളെ? ഒരു ഫുൾ പറഞ്ഞാൽ 12 മാസമല്ലേ? ഒരു വർഷം 12 മാസമല്ലേ? അപ്പോൾ ഒരു ക്വാർട്ടർ ആണ് എത്ര ആയിരിക്കും? 4 ആക്കി വീതിച്ചാൽ, ഒരു ഫുള്ളിനെ 4 ആക്കി വീതിച്ചാൽ എത്ര മാസം ഉണ്ടാവും? 4 മാസം, 4 മാസം, 4 മാസം, 4 മാസം. അതായത് 4 മാസത്തെ വിളിക്കുന്ന പേരാണ് ക്വാർട്ടർ. അപ്പോൾ ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ട്? 4 മാസം. 12 മാസമാണ് ഒരു വർഷം. ഒരു ഫുൾ അൽഫാം 12 മാസമാണെങ്കിൽ ഒരു ക്വാർട്ടർ അൽഫാം എത്ര മാസമായിരിക്കും? 4 മാസം. ഈസി. അപ്പോൾ 4 മാസം ഉണ്ട്. 6000 × 4 എത്രയുണ്ട്? 6000 × 4 24000 കിട്ടും അല്ലേ? അപ്പോൾ ക്വാർട്ടറിൽ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, 24000 ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഡേ ഓഫ് എവറി ക്വാർട്ടർ എന്നാണ് എനിക്കും പറയാം. ഫസ്റ്റ് ഡേ ഓഫ് എവറി ക്വാർട്ടർ. ഇവിടെ ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് ആണ്. എവറി മന്ത് ആകുമ്പോൾ ഞാൻ പറഞ്ഞു 6.5 എടുക്കണം. എവറി ക്വാർട്ടർ ആകുമ്പോൾ എന്താണെന്ന് അറിയോ? 7.5 എടുക്കുക. 7.5 ഡിവൈഡ് ബൈ 12. അപ്പോൾ 24000 ഇൻറ്റു 7.5 ഡിവൈഡ് ബൈ 12. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ ക്വസ്റ്റ്യനിൽ ക്വാർട്ടർ ആണെന്നുള്ളത് ചിന്തിക്കുക, അങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ 6000 ഇൻറ്റു 4 അടിക്കുക. മന്ത് ആണെങ്കിൽ 12 അടിക്കുക, ക്വാർട്ടർ ആണെങ്കിൽ 4 അടിക്കുക. അപ്പോൾ 24000 കിട്ടും. അതിൻ്റെ എത്ര ശതമാനം? 12% അല്ലേ? ഇൻറ്റു 12%. അപ്പോൾ 24000 ഇൻറ്റു 12%. അപ്പോൾ 2880 കിട്ടും. പിന്നെ ഫസ്റ്റ് ഡേ ഓഫ് എവറി ക്വാർട്ടർ ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് ഡേ, ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ മിഡിൽ ഓഫ് ദ ഡേ. അപ്പോൾ ഫസ്റ്റ് ഡേ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? 7.5 ഡിവൈഡ് ബൈ 12 അടിക്കുക. ഓക്കെ. ലാസ്റ്റ് ഡേ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? 4.5 ചെയ്യുക. അപ്പോൾ എവറി മന്ത് ഫസ്റ്റ് ഡേ ആണെങ്കിൽ 6.5, എവറി ക്വാർട്ടർ ഫസ്റ്റ് ഡേ ആണെന്നുണ്ടെങ്കിൽ 7.5, എവറി മന്ത് ലാസ്റ്റ് ഡേ ആണെങ്കിൽ 5.5, അപ്പോൾ എവറി ക്വാർട്ടർ ലാസ്റ്റ് ഡേ ആണെങ്കിൽ 4.5. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഓക്കെ. മിഡിലാണെങ്കിൽ എപ്പോഴും 6.
സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷൻ. ഈസിയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വീണ്ടും അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.